മേനോൻ മുഖ്യൻ എത്ര ഔചിത്യമില്ലാത്ത മനുഷ്യനാണ്. ഇന്നിപ്പോ തെരച്ചിലിനിടയിൽ ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് ജീവൻ നഷ്ടപ്പെട്ട രാജേഷിന്റെ തിരുവനന്തപുരം കല്ലിയൂരുള്ള വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം എത്തിച്ചു. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വി.ഡി. സതീശൻ ആ സന്ദർഭത്തിൽ ആ വീട്ടിലെത്തി. നല്ല കാര്യമാണ്. കാര്യം സംസ്ഥാനത്തിനു വേണ്ടി ദുരന്ത നിവാരണത്തിൽ ഏർപ്പെട്ട സന്ദർഭത്തിലാണ് ആ ജീവൻ നഷ്ടപ്പെട്ടത്. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീന്തൽ വിദഗ്ധൻ കൂടിയായിട്ടുള്ള രാജേഷ് സ്വന്തം ജാക്കറ്റ് ഊരിക്കൊടുത്തതിനു ശേഷമാണ് ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. അത് ഈ പ്രളയകാലത്തെ ഒരു തീരാ നോവാണ്. ആ സന്ദർഭത്തിലാണ് മുഖ്യൻ ക്യാമറയുമായി ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നത്. സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടികളെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ ക്യാമറകളിലേക്ക് കണ്ണ് ഓടിച്ചു വരുന്നുണ്ട്. ആ ദൃശ്യം കണ്ടപ്പോൾ വീണ്ടും സങ്കടകരമായ സന്ദർഭത്തിൽ പോലും ക്യാമറ ഷൂട്ട് നടത്താൻ നിങ്ങൾക്കൊരു അനൗചിത്യവും തോന്നുന്നില്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് കാട്ടുക. മുഖ്യമന്ത്രിക്ക് സങ്കടം വന്നു, കണ്ണീരൊപ്പി എന്നൊക്കെ വാർത്ത കണ്ടു. അങ്ങനെ മനുഷ്യർക്ക് സങ്കടമൊക്കെ വരണം, നല്ല കാര്യമാണ്. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ തൻ്റെ PR പണിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, കാര്യം രാജേഷ് ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ ജുവലറി ഉദ്ഘാടനത്തിന് പോയിരുന്ന മുഖ്യനാണ്. ആ ജുവലറി ഉദ്ഘാടനത്തിനും ഒപ്പം തന്നെ കോഴിക്കോട് മറ്റൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനും അതും പോരാഞ്ഞിട്ട് വിരുന്ന് സൽക്കാരത്തിനും പോയപ്പോൾ രാജേഷ് എന്ന വ്യക്തി വെള്ളത്തിൽപ്പെട്ട് പിടയുന്നുണ്ടായിരുന്ന സന്ദർഭമാണ്. അതിനൊന്നും കണ്ണും ചെവിയും കൊടുക്കാതെ സ്വന്തം സന്തോഷത്തിനും മറ്റു ചില താല്പര്യങ്ങൾക്കും പോയ വ്യക്തി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടി ഇങ്ങനെ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടങ്ങളിൽ അവരുടെ സങ്കടം സ്വകാര്യമാണ്. ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ഫോട്ടോഷൂട്ട് നടത്തി പുറത്ത് പ്രചരിപ്പിച്ച് ഞാൻ കരഞ്ഞു, എനിക്ക് ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടാൽ കരയുന്ന സിംപിളനാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത് നാണം കെട്ട പരിപാടിയാണ്. ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരാൾ വിദഗ്ധമായി അത് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ മറ്റൊരാളെ ആശ്വസിപ്പിക്കുന്നതോ ഒരാളുടെ സങ്കടത്തിൽ പങ്കുകൊള്ളാൻ പോകുന്നത്, അത് മുഖ്യമന്ത്രിയോ ഏത് പദവിയിലുള്ള ആളുമാകട്ടെ, എന്തിനാണ് അവിടെ ക്യാമറ? ഇതെല്ലാം കഴിഞ്ഞുള്ള ചടങ്ങിൽ ആ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ സങ്കടകരമായ അവസ്ഥകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ആ ഇടത്തേക്ക് ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാം. പക്ഷേ കരഞ്ഞ് നിലവിളിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് കടന്നു ചെന്നതിന് ശേഷം പാളി ക്യാമറയിൽ നോക്കി ഞാൻ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്ന നിലയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുമ്പോൾ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് മരണപ്പെട്ട ഒരു വീട്ടിലേക്ക് പോകാൻ കാണിച്ച ഔചിത്യം ക്യാമറ ഫോട്ടോഷൂട്ട് എന്ന അനൗചിത്യത്തിലൂടെ നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത്.